എല്ലാവർക്കും നമസ്കാരം. ഡിഫറൻഷ്യൽ ജിയോമെട്രിയിലെ ചാപ്റ്റർ 12, അത് ഉപരിതലങ്ങളുടെ സർഫസുകളുടെ കർവേച്ചർ അല്ലെങ്കിൽ വക്രത അല്ലെങ്കിൽ ചെരിവ് എന്ന വിഷയത്തിലെ ആദ്യത്തെ വീഡിയോ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോർമൽ കർവേച്ചർ എന്ന അടിസ്ഥാനപരമായ ഒരാശയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മൾട്ടി ഡയമെൻഷണൽ സ്പേസിൽ ഈ ഒരു മെഷർ അഥവാ ഈ ബെൻഡിങ്ങിൻ്റെ മെഷർ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? ഒരു ചരിഞ്ഞ അല്ലെങ്കിൽ വളഞ്ഞ പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബോട്ട് അല്ലെങ്കിൽ റോവർ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അതിന് മുകളിലായി നേരെ മുകളിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു ആൻറ്റിനയോ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റോവർ തന്നിരിക്കുന്ന പാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രതലത്തിൻ്റെ വളവിനനുസരിച്ച് ആൻറ്റിന ചരിയും. ഈ ചരിവിൻ്റെ നിരക്ക്, റേറ്റ്, ദിശയും അളക്കുന്നതിലൂടെയാണ് നമ്മൾ കർവേച്ചറിനെ അളക്കുന്നത്. കർവേച്ചർ അളക്കുന്നതിനുള്ള പ്രധാന ഗണിതശാസ്ത്ര ഉപകരണമാണ് നമ്മൾ പഠിച്ച വെയിൻഗാർട്ടൻ മാപ്പ് എന്ന് പറയുന്നത്, LP. ഈ വെയിൻഗാർട്ടൻ മാപ്പ് എന്ന് പറയുന്നത് ഒരു ഷേപ്പ് ഓപ്പറേറ്ററായി പ്രവർത്തിക്കും. നമ്മൾ P എന്ന ഒരു പോയിൻറ്റിലൂടെ V എന്ന ഒരു വെലോസിറ്റിയിൽ സഞ്ചരിക്കുമ്പോൾ നോർമൽ വെക്റ്റർ ആയ n എത്രത്തോളം തിരിയുന്നു എന്ന് ഇത് വളരെ കൃത്യമായിട്ട് കണക്കാക്കുന്നു. മാത്രവുമല്ല, ഇതൊരു ലീനിയർ മാപ്പാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഫോർമുല LPV ഇസ് ഈക്വൽ ടു -del(v)n എന്നുള്ളതാണ്. ഇനി നോർമൽ കർവേച്ചറിൻ്റെ ഔദ്യോഗിക നിർവചനം എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഫോർമുല KV ഇസ് ഈക്വൽ ടു LPV.v എന്നുള്ളതാണ്. ഇവിടെ KV എന്നത് നാം തിരഞ്ഞെടുക്കുന്ന ഒരു ദിശയിലേക്കുള്ള വളവിനെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ സംഖ്യയാണ്. KVയിലൂടെയാണ് എത്രത്തോളം വളവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇതൊരു സ്കെയിലാറാണ്. കാരണം നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് എപ്പോഴും സ്കെയിലാറാണ്. സോ അതെന്തിൻ്റെയൊക്കെ ഡോട്ട് പ്രോഡക്റ്റാണ്? LPV എന്ന വെയിൻഗാർട്ടൻ മാപ്പിൻ്റെയും .v അതിൻ്റെ വെലോസിറ്റിയുടെയും. നാം സഞ്ചരിക്കുന്ന ദിശയുടെ വെലോസിറ്റിയുമായിട്ട് എടുക്കുന്ന ഡോട്ട് പ്രോഡക്റ്റാണ് എന്തിൻ്റെ? വെയിൻഗാർട്ടൻ മാപ്പിൻ്റെ ഡോട്ട് പ്രോഡക്റ്റിനെയാണ് കർവേച്ചർ എന്ന് പറയുന്നത്. സോ കർവേച്ചർ KV ഇസ് ഈക്വൽ ടു LPV.v എന്നുള്ളതാണ്. ഈ കർവേച്ചറിൻ്റെ മൂല്യത്തിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ കർവേച്ചറിൻ്റെ അബ്സല്യൂട്ട് മീൻസ് അതിൻ്റെ സൈൻ നോക്കി സർഫസിൻ്റെ ആകൃതി നമുക്ക് പെട്ടെന്ന് പറയാം. എങ്ങനെയാണ്? KV പോസിറ്റീവ് ആണെങ്കിൽ ഉപരിതലം നോർമൽ വെക്ടറിലേക്ക് വളയും. ഇറ്റ് ബെൻഡ്സ് ടുവേഴ്സ് ദ നോർമൽ എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത്. അതായത് ഒരു കപ്പ് പോലെ ഉള്ളിലേക്ക് വളയുന്നു എന്ന് പറയും. ഇപ്പോൾ കർവേച്ചർ 0 ആണെങ്കിലോ അതിനർത്ഥം ആ ദിശയിൽ സർഫസിന് യാതൊരു വളവുമില്ല എന്നുള്ളതാണ്. അത് നേർരേഖയിലാണ് പോകുന്നതെന്ന് സാരം. ഇനി KV നെഗറ്റീവ് ആണെങ്കിലോ സർഫസ് നോർമലിൽ നിന്നും പുറത്തേക്ക് ഇറ്റ് ബെൻഡ്സ് എവേ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതൊന്ന് കുറച്ചുകൂടെ വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ, ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു എൻസ്ഫിയർ, അതിന് ഉദാഹരണമായിട്ട് നമുക്ക് x1² + x2² + etc. xn² = r² വിത്ത് റേഡിയസ് r ആണ്. ഈ സ്ഫിയറിലെ നോർമൽ വെക്റ്റർ എപ്പോഴും കേന്ദ്രത്തിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്, മീൻസ് സെൻറ്ററിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതായത് NP = -p/r. അതിൻ്റെ നീളം r ആയിരിക്കുമല്ലോ, റേഡിയസ് ആയിരിക്കുമല്ലോ. P എന്ന പോയിൻ്റ് സർഫസിലെ പോയിൻ്റ് ആയിരിക്കും. സോ അതിൻ്റെ റേഡിയസ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോർമൽ വെക്റ്റർ. സോ ഇറ്റ് ഈസ് -p/r. ഒരു സ്ഫിയറിൻ്റെ കർവേച്ചർ എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം ഇതിൽ നിന്ന്. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വെയിൻഗാർട്ടൻ മാപ്പ് LPV കണ്ടുപിടിക്കും. അത് വെലോസിറ്റിക്ക് ആനുപാതികമായ ആനുപാതികമായ V/r നമുക്ക് ലഭിക്കും. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നോർമൽ കർവേച്ചർ ഫോർമുല LPV.v ഉപയോഗിക്കുന്നു. അപ്പോൾ V/r.v എന്നാണ് വരുന്നത്. അവിടെ V.v ഈസ് നോം V² ആണ്. സോ ആ കാൽക്കുലേഷൻ നോട്ടിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് വെക്ടറിൻ്റെ നീളം, അതിൻ്റെ ടാൻജൻറ്റ് വെക്ടറിൻ്റെ നീളം ഒന്നായതുകൊണ്ട് നമുക്ക് എൻ്റെ ആൻസറായിട്ട് കെ വി കർവേച്ചർ 1/r എന്നാണ് ലഭിക്കുന്നത്. ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. അതായത് ഒരു സ്ഫിയറിലെ ഏത് പോയിന്റിൽ നിന്ന് ഏത് ദിശയിലേക്ക് നോക്കിയാലും നോർമൽ കർവേച്ചർ ഒരേ പോസിറ്റീവ് വാല്യൂ ആയിട്ടുള്ള 1/r എന്നായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ചരവാണെങ്കിൽ അതിനെയാണ് ഐസോട്രോപ്പിക് ജിയോമെട്രി, ഇങ്ങനെയുള്ള കർവുകളുടെ ജിയോമെട്രിയാണ് ഐസോട്രോപ്പിക് ജിയോമെട്രി എന്ന് പറയുന്നത്. ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാലും സ്ഫിയർ ഒരുപോലെയാണ് കേന്ദ്രത്തിൽ നിന്ന്, സെൻറ്ററിൽ നിന്ന് വളഞ്ഞിരിക്കുന്നത് അല്ലേ എന്നതാണ് ഇത് കണക്കാക്കുന്നത്. വേറെ ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ നമ്മളൊരു ഹൈപ്പർബോളോയിഡ് ഓർ വൺ ഷീറ്റഡ് ഹൈപ്പർബോളോയിഡ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ R3 എന്ന് പറയുന്ന സ്പേസിലാണ് ഈ വൺ ഷീറ്റഡ് ഹൈപ്പർബോളോയിഡ് ഉള്ളത്. ഇതിൻ്റെ ഫോർമുല നമ്മൾ എടുത്തിരിക്കുന്നത് -x1² + x2² + x3² = 1 എന്നുള്ള ഫോർമുലയാണ് ഹൈപ്പർബോളോയിഡിന് ഉള്ളത്. സോ അതിൻ്റെ ഓറിയൻറ്റേഷൻ NP എന്ന് പറയുന്നത് P -x1/norm P -x2/norm P -x3/norm P. സോ നോർമൽ വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാത്തിനെയും P കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ നോർമലൈസ് ചെയ്യും. ഇതിൽ P = 0, 0, 1 എന്ന പ്രത്യേക പോയിന്റിലാണ് സാഡിൽ പോയിന്റ്, അതിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ ഓരോ ദിശയിലും സർഫസിൻ്റെ ആകൃതി പല വിധത്തിലാണ് എന്ന് നമുക്ക് കാണാം. അങ്ങനെ ഒരു ഷേപ്പാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഹൈപ്പർബോളോയിഡിൻ്റെ കർവേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ P001 എന്ന ബിന്ദുവിലെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറുകളെ നമുക്ക് V = V1 V2 0 ആയി എടുക്കാം. അവിടെ V1² + V2² = 1 ആയിരിക്കും. ഇവിടെ വെയിൻഗാർട്ടൻ മാപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ KV = LPV.V എന്ന് പറയും. അതായത് KV = V1 - V2 0. V എന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് വരും? ആ ഡോട്ട് പ്രോഡക്റ്റ് ഇടുമ്പോൾ KV = V1² - V2² എന്ന് നമുക്ക് കിട്ടും. ഇവിടെ സ്ഫിയറിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ V1 V2 എന്നിവ ഇൻപുട്ട് മൂല്യമനുസരിച്ച് കർവേച്ചർ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് വരും. ഇവിടെ ഈ സാഡിൽ പോയിന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡിലെ ബാലൻസിങ് പോയിന്റ്, ഈ സാഡിൽ പോയിന്റിലെ ജോമെട്രി നമുക്ക് കൂടുതൽ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു പാത്തിൽ അവിടെ E1 = 1 0 0 എന്ന ഒരു ദിശയിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കർവേച്ചർ K of E1 = 1 ആണ്. അതായത് ഈ ദിശയിൽ സർഫസ് നോർമലായിട്ട് വളയുന്നു എന്ന് കാണാം. എന്നാൽ വെർട്ടിക്കലായിട്ടുള്ളൊരു പാത്തിൽ ഇഫ് യു ടേക്ക് നമ്മൾ E2 = 0 1 0 എന്ന ദിശയിൽ കർവേച്ചർ K of E2 = -1 ആണ്. ഈ ദിശയിൽ സർഫസ് നോർമൽ നിന്നും അകന്നു മാറുകയാണ് ചെയ്യുന്നത്. ഈ ഹൈപ്പർബോളോയിഡിൽ നേർരേഖയ്ക്കനുസരിച്ച് ഒരു നേർരേഖയിലൂടെ അല്ലെങ്കിൽ വളവില്ലാതെ പോകുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് V1 = V2 = -1/√2 എന്നിട്ടുള്ള ഒരു പാത്ത് നോക്കുക. ഇവിടെ ഡയഗണലായിട്ടുള്ളൊരു ദിശയാണ് പിക്ചറിൽ വരച്ചിട്ടുണ്ട്. ഡയഗണലായ ദിശ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സമവാക്യം, നമ്മുടെ ഇക്വേഷൻ അതനുസരിച്ച് KV = 0 എന്ന് വരുന്നു. അതായത് ഈ ഒരു പർട്ടിക്കുലർ ദിശയിൽ സർഫസിന് യാതൊരു വളവുമില്ല. നമ്മൾ യെല്ലോ ലൈനായിട്ട് മഞ്ഞ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഹൈപ്പർബോളോയിഡിലെ കൃത്യമായ ഡയഗണൽ നേർരേഖയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച സ്ഫിയർ, ഹൈപ്പർബോളോയിഡ് തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നമുക്ക് നോക്കാം. സ്ഫിയറിലെ വെയിൻഗാർട്ടൻ മാപ്പ് കേവലം ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ ഹൈപ്പർബോളോയിഡിൽ അത് നമ്മുടെ ആക്സിസിനനുസരിച്ച് മാറുന്നു. അതുപോലെ സ്ഫിയറിലെ കർവേച്ചർ എപ്പോഴും 1/r ആയിരുന്നുവെങ്കിൽ ഹൈപ്പർബോളോയുടെ കർവേച്ചർ +1 മുതൽ -1 വരെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ചുരുക്കത്തിൽ സ്ഫിയർ ഒരുപോലെ വളയുന്നുവെന്ന് കാണിക്കുമ്പോൾ, അതായത് കർവേച്ചർ എല്ലായിടത്തും ഒരുപോലെ എന്ന് കാണിക്കുമ്പോൾ, ഹൈപ്പർബോളോയിൽ അത് കുറച്ചുകൂടെ സങ്കീർണമായ ഒരു സാഡിൽ ആകൃതിയാണ് കാണിക്കുന്നത്. സർഫസുകളുടെ ഈ ഒരു ആർക്കിടെക്ചർ
നമുക്ക് 3 കാര്യങ്ങളായി നമുക്കിപ്പോൾ ചുരുക്കി പറയാം. ഒന്നാമതായി, ഇതിൻ്റെ എഞ്ചിനായി പ്രവർത്തിക്കുന്നത് ആരാണ്? വെയിൻഗാർട്ടൻ മാപ്പാണ്. നോർമൽ വെക്ടറിൻ്റെ ചലനമാണ് ഇത് അളക്കുന്നത്. രണ്ടാമതായി, നോർമൽ കർവേച്ചർ KV നമ്മൾ തിരഞ്ഞെടുത്ത ദിശയുമായി ഇതിൻ്റെ ചലനത്തെ കൃത്യമായി ബന്ധിപ്പിച്ച് അതിൻ്റെ അളവെടുക്കുന്നു. മെഷർമെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്. മൂന്നാമത്തത് ടോപ്പോളജിയാണ്, അഥവാ കർവേച്ചറിൻ്റെ ചിഹ്നം നോക്കി ആ ഭാഗത്ത് ഉള്ളിലേക്ക് വളഞ്ഞതാണോ അതോ പുറത്തേക്ക് വളഞ്ഞതാണോ എന്ന് കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് കർവേച്ചറിൻ്റെ ബേസിക് ഡെഫിനിഷനെക്കുറിച്ചും മറ്റുമാണ്. അടുത്ത വീഡിയോയിൽ, അടുത്ത ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർമൽ കർവേച്ചറിൻ്റെ പരമാവധി പരിധികൾ, അതിൻ്റെ മാക്സിമം മിനിമം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇതിനെ നമ്മൾ പ്രിൻസിപ്പൽ കർവേച്ചർ എന്നാണ് വിളിക്കുന്നത്. സോ ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.